ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേ രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നതാണ്. അത് കാരണം ദേ ഭൂമിയൊക്കെ ആകെ തണുത്തിട്ടുണ്ട്. മരങ്ങളൊക്കെ നോക്കിയേ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. അത്രയും നല്ല മഴ ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയും. അങ്ങനെ ദേ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ അടയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ മഴയൊക്കെ കണ്ടപ്പോൾ ഏതായാലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മുടെ വാഴയിലൊക്കെ ചുട്ടെടുത്തിട്ടുള്ള അടയാണ്. അടപ്പിൽ വെച്ചാൽ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മിക്കതും അടപ്പിൽ വെച്ചാണ് ഉണ്ടാക്കൽ കേട്ടോ. അത് കാരണം ദൈവ നല്ല സോഫ്റ്റായിട്ട് കിട്ടി നമുക്ക്. അങ്ങനെ നമ്മുടെ അടയും അതുപോലെ തന്നെ നമ്മുടെ കട്ടനും ഒക്കെ കൂടെ കഴിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ദേ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ പോയപ്പോൾ ദേ തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത്യാവശ്യം മൂത്തതൊക്കെ പൊട്ടിച്ചെടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കരി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ചത്. അത്യാവശ്യം ഒരു ഉപ്പേരിക്കുള്ളത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതായാലും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാങ്ങ കുറേ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതേ മാങ്ങയൊക്കെ അരിഞ്ഞ് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. നല്ല കളറുണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേതായാലും ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കട്ടൊക്കെ ചെയ്ത് വെച്ച് പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അത് തന്നെ അടിപൊളിയാണ് ഈ വേനൽക്കാലത്ത് കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി. അങ്ങനെ അതൊക്കെ കുടിച്ചു. ഇന്നത്തെ കറികളൊക്കെ റെഡിയായി. അപ്പോൾ രസം, അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തി, മാങ്ങച്ചാറ്, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു കേട്ടോ. അരച്ച് വെക്കുന്ന കറിയാണ്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം പരിപാടി കുറച്ച് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും തുന്നാന്ന് വിചാരിച്ചതേ കുറച്ച് തുണികളൊക്കെ വെട്ടി വെച്ചു. അപ്പോഴേക്കും നമുക്ക് വീട്ടിൽ ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിലും ആൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചക്ക മുറിച്ചു. ചെറുതാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ചോളി ഉണ്ടാവും കേട്ടോ. ഇതിൽ ചൗണിയൊക്കെ കുറച്ച് കുറവാണ്. നല്ല അടിപൊളി മധുരവും നല്ല കളറുമാണ് ഈ ചക്കയ്ക്ക്. അങ്ങനെ അതേതായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ മുറിച്ച് അതിൻ്റെ കൂണൊക്കെ ചെത്തി കളഞ്ഞ് പശയൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം കട്ടൊക്കെ ചെയ്തെടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതായാലും കഴിക്കാനായിട്ട്. അപ്പോൾ വൈകിട്ടത്തെ സ്പെഷ്യൽ നമ്മുടെ ചക്ക തന്നെയായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏതായാലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ പുറത്തിറങ്ങലൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പപ്പക്കായുടെ അടുത്തേക്കായിട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെഡ് ലേഡിയിൽ വരുന്നൊരു പപ്പക്കായാണ് കേട്ടോ അത്. കാരണം ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്, നല്ല വലിപ്പമുണ്ട്. നമ്മളിത് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കറിക്കൊന്നും ഇതിൽ നിന്ന് പൊട്ടിക്കലില്ല. എന്തായാലും പഴുത്ത് കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് കറി വെച്ചാൽ കിട്ടില്ലല്ലോ. പിന്നെ എല്ലാവർക്കും പഴുത്ത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അത് തന്നെ മൂപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ വൈകിട്ടത്തെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.